നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിൽ നടു റോഡിലുണ്ടായ തർക്കത്തിൽ പുതിയ വഴിത്തിരിവ്. ബസ്സിൽ നിന്ന് കാണാതായ മെമ്മറി കാർഡിനെ കുറിച്ച് പുതിയ വെളിപ്പെടുത്തൽ. ആ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതുകൊണ്ട് ഡ്രൈവർ യദുവിന് നേട്ടമില്ല എന്നും ബസ്സിനുള്ളിൽ കയറി ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ കുടുങ്ങുന്ന CCTV ആയിരുന്നു ആ ബസ്സിലേത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഡ്രൈവറുടെ ചലനങ്ങളും കൈകാട്ടലുകളും ഒന്നും ആ CCTVയിൽ പതിയില്ല. എന്നാൽ ആ ദൃശ്യങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ MLA ബസ്സിൽ കയറിയോ എന്ന് വ്യക്തമാവുമായിരുന്നു. CCTV മെമ്മറി കാർഡ് നശിപ്പിച്ചതിലൂടെ നഷ്ടമാകുന്നത് ഇത് ഉറപ്പിക്കാനുള്ള തെളിവാണ്. ബസ്സിൽ 3 CCTV ക്യാമറകൾ അടക്കമുള്ള സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത MM അസോസിയേറ്റ്സ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നൌഷാദിന്റേതാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ശ്രീ മുഹമ്മദ് നൌഷാദ്, താങ്കളുടെ MM അസോസിയേറ്റ്സിന്റെ കമ്പനിയാണ് KSRTC ബസ്സിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പൊ യദു സഞ്ചരിച്ച ബസ്സിലും താങ്കളുടെ കമ്പനിയാണ് ക്യാമറ വെച്ചെന്ന് പുറത്തൊരു വാർത്ത പറഞ്ഞുണ്ട്. അപ്പൊ ഈ യദു സഞ്ചരിച്ച ബസ്സിൽ ഡ്രൈവർ സീറ്റിൽ ക്യാമറ ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മള് KSRTC ബസ്സുകളിൽ അന്നൊരു നിയമം ഉണ്ടായിരുന്നു. വണ്ടി ട്രാൻസ്പോർട്ട് വാഹനങ്ങളെല്ലാം ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ വണ്ടികൾക്ക് ടെസ്റ്റ് കിട്ടത്തുള്ളൂ, CF എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു നിയമം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ KSRTC വണ്ടികളിൽ ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഈ പറഞ്ഞ വണ്ടിയിലും ഞങ്ങളാണ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അതിനെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ഡ്രൈവറുടെ ക്യാബിനകത്ത് മുൻവശം വിൻഡ് സ്ക്രീനിലൂടെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള വ്യൂസ് റെക്കോർഡ് ചെയ്യാനാണ് ഒരു ക്യാമറ വെക്കുന്നത്. രണ്ടാമത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്തുള്ള യാത്രക്കാരെയും ഫുട്ബോർഡും ഫോക്കസ് ചെയ്താണ് രണ്ടാമത്തെ ക്യാമറ ഇരിക്കുന്നത്. മൂന്നാമത്തെ ക്യാമറ എന്ന് പറയുന്നത് വണ്ടിയുടെ ബാക്ക് സൈഡ് പുറകിൽ നിന്നുള്ള വ്യൂ കിട്ടാനുള്ളതാണ് മൂന്നാമത്തെ ക്യാമറ. ഈ ഫ്രണ്ട് ക്യാമറയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഓടിക്കുന്നത് ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവുകയാണ് അതിന്റെ റീസൺ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫ്രണ്ട് ക്യാമറ. അകത്തെ ക്യാമറ ഈ ഫുട്ബോർഡ് യാത്രക്കാർ കയറുന്നതിന് മുമ്പ് വണ്ടി എടുക്കുക, ആ വണ്ടിക്കുള്ള യാത്രക്കാരുടെ എത്ര സ്റ്റാൻഡ്. മൂന്നാമത്തെ ക്യാമറ വണ്ടിയുടെ ബാക്ക് കാണാൻ വേണ്ടിയാണ്. അല്ലാതെ ഡ്രൈവറുടെ ഡ്രൈവിംഗ് ഹാബിറ്റോ അല്ലെ ഡ്രൈവറെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ക്യാമറ ഒരു വണ്ടിയിലും വെച്ചിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 ക്യാമറയുടെ പൊസിഷൻ ഇതാണ്. അതുകൊണ്ട് ഡ്രൈവർ ഒരിക്കലും അതിനകത്ത് വരില്ല. അപ്പൊ ഈ ഡ്രൈവർ എങ്ങനെ യാത്ര ചെയ്യുന്നു, സ്പീഡ് ഒന്നും അപ്പൊ ആർക്കും അറിയാൻ പറ്റില്ല. ഇല്ല, ഡ്രൈവറുടെ വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളും അറിയുന്നത് ആ വണ്ടിയുടെ GPS ബന്ധപ്പെട്ടാണ്. അല്ലാതെ ഇതിനകത്ത് ക്യാമറയിൽ ഡ്രൈവർ എങ്ങനെ മൊബൈൽ ഉപയോഗിക്കണമെന്നോ അങ്ങനെ ഒന്നും ആർക്കും അറിയാൻ പറ്റില്ല. അതൊരിക്കലും അറിയാൻ പറ്റില്ല. അത് കാര്യം ഡ്രൈവർ ഫോക്കസ് ചെയ്തല്ലല്ലോ ഈ ക്യാമറ വെച്ചേക്കുന്നത്. ഡ്രൈവറുടെ ക്യാബിനിലാണെങ്കിലും അതിന്റെ പൊസിഷൻ മുന്നോട്ടാണ്. ഏതാ ഫ്രണ്ട് വിൻഡ്ഷീൽഡിൽ കൂടെ ഫ്രണ്ട് വ്യൂ മാത്രം കിട്ടാൻ വേണ്ടിയുള്ളതാണ് അത് വെച്ചേക്കുന്നത്. അല്ല ഡ്രൈവറെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്യാമറ അല്ലത്. അപ്പൊ ഈ ക്യാമറ വെക്കുന്ന സമയത്ത് തന്നെ സർക്കാരിന്റെ തന്നെ ഉണ്ടായിരുന്നു എവിടെയൊക്കെ ക്യാമറ വെക്കണം എന്ന് സർക്കാർ തീർച്ചയായിട്ടും ഉണ്ട്. സർക്കാർ ഫ്രണ്ടിലോട്ട് വെക്കണം, ഒരെണ്ണം വണ്ടിക്കകത്തുള്ള യാത്രക്കാരെ ഫുട്ബോർഡും അതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. മൂന്നാമത്തെ ക്യാമറ റിയറില് ബാക്ക് സൈഡ് കാണാൻ, അങ്ങനെയാണ് പറഞ്ഞത്. ആ ഓർഡറിൽ പ്രത്യേകം പറയുന്നുണ്ടല്ലോ. ഈ ബസ്സിൽ ക്യാമറ വെച്ചിട്ട് എത്ര നാളെ താങ്കൾക്ക് ഓർമ്മിക്കാൻ പറ്റുമോ? ഒരു വർഷത്തോളം ആകുന്നു. ഒരു വർഷത്തോളം. അത് ഏതു സഞ്ചരിച്ച ബസ്, ഏതു ഓട്ടിച്ച ബസ്സിൽ ക്യാമറ ഉണ്ട്. അപ്പൊ ഞാൻ മാറ്റി. അപ്പൊ ഏതു ഓട്ടിച്ച സ്ഥലത്ത് ക്യാമറ ഇല്ല താങ്കൾ പറയണം. അപ്പൊ ഏതു മെമ്മറി കാർഡ് എടുത്ത് മാറ്റും താങ്കളും തോന്നുന്നുണ്ടോ? ഞാനേ അതിനിപ്പം യഥാർത്ഥത്തിൽ പുള്ളി എടുത്ത് മാറ്റിയോ വേറെ ആരെങ്കിലും എടുത്ത് മാറ്റിയോ എന്നുള്ളതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ ശരിയല്ലല്ലോ. അതുമല്ല നമ്മളതിന്റെ ആളുമല്ല പക്ഷെ ഇത് പ്രതികരിക്കാൻ തയ്യാറായത് ഈ ക്യാമറ ഒരിക്കലും ഡ്രൈവറെ ഫോക്കസ് ചെയ്തിട്ടില്ല. ഇപ്പൊ പല ചാനലിലും പല വാർത്തയിലും നമ്മൾ ഡ്രൈവറെ ഫോക്കസ് ചെയ്തു, ആ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഡ്രൈവറുടെ അദ്ദേഹത്തിന്റെ കൈയും കാലും കാണാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നത് കൊണ്ടാണ് ഞാൻ ഇതിന് മറുപടി തന്നെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഡ്രൈവറെ ഫോക്കസ് ചെയ്തൊരു ക്യാമറ അതിനകത്തില്ല. പിന്നെ ഇത് താക്കോൽ ഓൺ ആക്കുമ്പോഴേ ഇത് ക്യാമറകൾ വർക്കിംഗ് ആണെങ്കിൽ ആ സ്ക്രീനിൽ കാണിക്കും. ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിനകത്ത് 3 വ്യൂ ഒരേ സമയം കാണും. ഫ്രണ്ട് വ്യൂ, വണ്ടിക്കകത്തെ വ്യൂവും പുറത്തെ വ്യൂവും. ഈ 3 വ്യൂ ഒരേ സമയം കാണുകയും ചെയ്യും, അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. 7 ദിവസമാണ് അതിന്റെ റെക്കോർഡിംഗ് കാലാവധി. 7 ദിവസം കഴിയുമ്പോൾ പഴയത് പോയിട്ട് പുതിയതായിരിക്കും റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയെങ്കിലും ആ വിഷ്വൽ മെമ്മറി കാർഡ് കാണുമല്ലോ. മെമ്മറി കാർഡ് അതിൽ നിന്ന് ഊരി മാറ്റിയെങ്കിൽ ആ മെമ്മറി കാർഡിൽ എന്തായാലും റെക്കോർഡ് ഉണ്ടായിരിക്കും. മെമ്മറി കാർഡ് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 100% ഉറപ്പായിട്ടും അത് കിട്ടും. ഇത് ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് അല്ലേ? ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ആണ്. മെമ്മറി കാർഡ് അതിൽ സ്ലോട്ടിൽ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ആണ്. പഴയത് മാറി പുതിയത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് 7 days വരെ ഡ്രൈവറിന് ഇതിന്റെ റെക്കോർഡിംഗ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഓപ്ഷൻ ഉണ്ടായിരുന്നോ?
ഇല്ല, വണ്ടി ഓൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. ഡ്രൈവറിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി ഓഫ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആവും. ഓഫ് കാരണം ആവും. നമ്മളത് ഓൺ ഓഫ് അങ്ങനെ ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വണ്ടി ഓൺ ആയി കിടന്നാൽ ഈ ക്യാമറകളെല്ലാം വർക്ക് ചെയ്താൽ ഇതിന്റെ ബാറ്ററി ഡ്രെയിൻ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട് വണ്ടിയുടെ. ഉം. അത് വരാതിരിക്കാനാണ് വണ്ടി ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ ഉദ്ദേശം വണ്ടി ഓടുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഫ്രണ്ടിലെ വ്യൂ എന്താണ് ഇതിന്റെ റീസൺ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അല്ല, ബാക്കില് അവർക്ക് റിവേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഈ ക്യാമറ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വണ്ടിക്ക് അകത്തതും റെക്കോർഡിംഗ് ആവും. ഇതാണ് എന്റെ ഉദ്ദേശം. ഓക്കെ, ഞാൻ മറ്റു വിചാരിക്കും ഇപ്പൊ ഇതിൽ പറഞ്ഞ മേയറുടെ വണ്ടി പിറകെ വന്നു എന്ന് പറയുന്നത്. അപ്പൊ പിറകിലെ വ്യൂ ഈ ബാക്കിലെ ക്യാമറ കണക്ട് 100% ആ വ്യൂ എല്ലാം അത് റെക്കോർഡഡ് ആയിരിക്കും. റെക്കോർഡാണ്. ആണ്.